നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന മേഖലയിൽ നിന്നുമാണ്. അവിടെ കോഗ്നിറ്റീവ് തിയറീസ് എന്ന മേഖല, അതായത് വൈജ്ഞാനിക സിദ്ധാന്തമുണ്ട്. ആ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ അടുത്ത സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം എന്ന് പറയുന്നതുണ്ട്. സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം എന്നാണ് അടുത്ത അറിയപ്പെടുന്നത്. ഈ സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ലിവ് വിഗോട്സ്കിയാണ്. ലിവ് വിഗോട്സ്കിയെ ആണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹമാണ് പഠനം എന്നത് ഒരു സജീവ സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പഠനം എന്നത് ഒരു സജീവ സാമൂഹിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലിവ് വിഗോട്സ്കിയാണ്. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് എന്നതാണ് ലിവ് വിഗോട്സ്കിയുടെ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചാണ് പഠനം നടത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ഇദ്ദേഹമാണ് പഠനം നടത്തിയിരിക്കുന്നത്. അർത്ഥപൂർണമായ സാമൂഹിക സന്ദർഭങ്ങളും പഠനത്തെ ഫലപ്രദമാക്കുന്നു എന്ന് വാദിച്ചതും ഈ വിഗോട്സ്കിയാണ്. അർത്ഥപൂർണമായ സാമൂഹിക സന്ദർഭങ്ങളും പഠനത്തെ ഫലപ്രദമാക്കുന്നു എന്ന് വാദിച്ചത് വിഗോട്സ്കിയാണ്. ഇദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച ആശയമാണ് സംവാദാത്മകത. അതായത് സംവാദം എന്ന് പറയുന്നത് പഠനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് വിഗോട്സ്കിയാണ്. സംവാദാത്മകത പഠനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് വിഗോട്സ്കിയാണ്. പഠനത്തിൽ സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച വിഗോട്സ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് സാംസ്കാരിക പഠന സിദ്ധാന്തം എന്ന തിയറി അഥവാ സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നതാണ്. വിഗോട്സ്കി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പഠനം ഒരു സജീവ സാംസ്കാരിക പ്രക്രിയയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പഠനം ഒരു സജീവ സാംസ്കാരിക പ്രക്രിയയാണ് എന്നാണ് വിഗോട്സ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തരം മനോവ്യാപാരങ്ങളും ശ്രദ്ധ, യുക്തിചിന്ത, പ്രശ്നപരിഹാരം തുടങ്ങിയവയെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ വികസിച്ചവയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തരം മനോവ്യാപാരങ്ങളും ശ്രദ്ധ, യുക്തിചിന്ത, പ്രശ്നപരിഹരണം തുടങ്ങിയവയെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ വികസിച്ചവയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. വിഗോട്സ്കിയുടെ സ്വാധീന ഫലമായുള്ള പാഠ്യ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സാംസ്കാരിക ഉപകരണങ്ങൾ, കൈത്താങ്ങ്, വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം ഇവയെല്ലാമാണ് വിഗോട്സ്കിയുടെ സ്വാധീന ഫലമായുള്ള പാഠ്യ പദ്ധതികൾ. ഇനി നമുക്ക് സമീപസ്ഥ വികസന മണ്ഡലം എന്താണ് എന്ന് നോക്കാം. സമീപസ്ഥ വികസന മണ്ഡലം എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസതലമുണ്ടെന്നും മുതിർന്ന ആളിൻ്റെ മാർഗനിർദ്ദേശമോ കൂടുതൽ കഴിവുള്ള സഹപാഠിയുടെ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠന മേഖലയിൽ കുറെ കൂടി ഉയർന്ന വികാസതലത്തിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കുന്നതുമാണ് എന്നതാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസ തലമുണ്ടെന്നും മുതിർന്നയാളിൻ്റെ മാർഗനിർദ്ദേശമോ കൂടുതൽ കഴിവുള്ള സഹപാഠിയുടെ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠന മേഖലയിൽ കുറെ കൂടി ഉയർന്ന വികാസതലത്തിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കുന്നതുമാണ് എന്നതാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രണ്ടിനും ഇടയിലുള്ളതാണ് സമീപസ്ഥ വികസന മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും ഒരേപോലെയാകണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഉയർന്ന നിലയിലെത്താൻ കഴിയും വിധമുള്ള ഇടപെടലുകളാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഓരോരുത്തർക്കും അവരുടേതായ ഉയർന്ന നിലയിലെത്താൻ കഴിയും വിധമുള്ള ഇടപെടലുകളാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. മനുഷ്യനെ വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ലഭ്യമായ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ്. മനുഷ്യനെ വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ലഭ്യമായ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ്. മനുഷ്യവർഗം സാംസ്കാരിക വികസനത്തിൻ്റെ ഭാഗമായി രണ്ട് തരം സാംസ്കാരിക ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായം വിഗോട്സ്കിയുടേതാണ്. മനുഷ്യവർഗം സാംസ്കാരികമായ വികസനത്തിൻ്റെ ഭാഗമായി രണ്ട് തരം സാംസ്കാരിക ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വിഗോട്സ്കിയാണ്. വിഗോട്സ്കിയുടെ പഠനത്തിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക ഉപകരണങ്ങളുണ്ട്.
അതിലൊന്നാമത്തേതാണ് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ. അടുത്തത് മാനസിക ഉപകരണങ്ങളാണ്. ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും മാനസികമായ ഉപകരണങ്ങളുമാണ് മനുഷ്യവർഗ സാംസ്കാരിക വികസനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തരം സാംസ്കാരിക ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള വിഗോട്സ്കിയുടെ അഭിപ്രായം. കല്ല്, വടി തുടങ്ങിയവ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും ഭാഷ, എണ്ണൽ സമ്പ്രദായങ്ങൾ, ചിഹ്ന സമ്പ്രദായങ്ങൾ, സൂത്രവാക്യങ്ങൾ എന്നിവ മാനസിക ഉപകരണങ്ങളുമാണ്. വിഗോട്സ്കിയുടെ ഭാഷയിൽ മാനസികമായ ഉപകരണങ്ങളാണ് സൂത്രവാക്യങ്ങൾ, ചിഹ്ന സമ്പ്രദായങ്ങൾ, എണ്ണൽ സമ്പ്രദായങ്ങൾ, ഭാഷ എന്നിവ. എന്നാൽ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളാണ് കല്ല്, വടി മുതലായവ. മാനസിക ഉപകരണങ്ങൾ മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പഠനം എന്നാണ്. അടുത്തത് നമുക്ക് കൈത്താങ് എന്താണ് എന്ന് നോക്കാം. അല്ലെ, കൈത്താങ് അഥവാ സ്കാഫോൾഡിംഗ് എന്താണ് എന്ന് നോക്കാം. അല്ലെ, പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് കൈത്താങ് എന്ന് പറയുന്നത്. പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈത്താങ്. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായത്തെ വിഗോട്സ്കി വിശേഷിപ്പിച്ച പദമാണ് കൈത്താങ് എന്നത്. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായത്തെ വിഗോട്സ്കി വിശേഷിപ്പിച്ചത് കൈത്താങ് എന്നാണ്. പഠിതാവ് ആശയനിർമ്മാണത്തിന് പ്രാപ്തനാവുന്നതനുസരിച്ച് കൈത്താങ് കുറച്ചു കൊണ്ടുവരണം. ആദ്യം കൂടുതൽ സഹായം കൊടുക്കണം, പിന്നീട് അത് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരേണ്ടതാണ്. പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന കൈത്താങ് തന്ത്രങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആർജിത അറിവിൻ്റെ ഉപയോഗം, പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്, ഭാഗികമായ പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ അവതരിപ്പിക്കുക എന്നിവയാണ് പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന കൈത്താങ് തന്ത്രങ്ങൾ. ആർജിത അറിവിൻ്റെ ഉപയോഗം, പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, ഭാഗികമായ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ അവതരിപ്പിക്കുക, ഇവയൊക്കെയാണ് അതിലുള്ളത്. പിന്നെയോ ആവശ്യം വേണ്ട സൂചനകൾ, വിശദീകരണങ്ങൾ, ഉദാഹരണങ്ങൾ, ചിന്തയെ നയിക്കാവുന്ന ചോദ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് തന്നെ. കുട്ടിക്ക് സ്വാശ്രയ പഠനം സാധ്യമാകുന്നതുവരെ അധ്യാപകൻ കൈത്താങ് നൽകേണ്ടതുണ്ട് എന്നാണ് വിഗോട്സ്കി പറഞ്ഞിരിക്കുന്നത്. വിഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന പഠന രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വിഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന ആദ്യത്തെ പഠന രീതിയാണ് സംഘപഠനം അഥവാ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഘപഠനം എന്ന് നമുക്ക് നോക്കാം. പഠനം നടക്കുന്ന സാമൂഹിക സന്ദർഭത്തിനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുമുള്ള വിനിമയത്തിനും പഠന പ്രക്രിയയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പഠനം നടക്കുന്ന സാമൂഹിക സന്ദർഭത്തിനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള വിനിമയത്തിനും പഠന പ്രക്രിയയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. മറ്റുള്ളവരുടെ നിലപാടുകളും വാദഗതികളും മനസ്സിലാക്കാനും തങ്ങളുടെ നിലപാടുകൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുമുള്ള കഴിവുകൾ എന്നിവ പഠന പ്രക്രിയയിൽ വിലപ്പെട്ടതാണ്. അപ്പോൾ പഠന പ്രക്രിയയിൽ വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ നിലപാടുകളും വാദഗതികളും മനസ്സിലാക്കാനും തങ്ങളുടെ നിലപാടുകൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുമുള്ള കഴിവുകൾ പഠന പ്രക്രിയയിൽ വളരെ വിലപ്പെട്ടവയാണ്. പഠിതാക്കൾക്ക് പരസ്പരം സംസാരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവസരം നൽകുന്ന പഠന സന്ദർഭങ്ങളിലൂടെയാണ് വിജ്ഞാനം എന്നത് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. സാമൂഹികമായി നിർമ്മിക്കാൻ കഴിയുന്നതുമാണ് വിജ്ഞാനം. ആശയമെന്ന് പറയുന്നത് പഠിതാക്കളിൽ വളർത്തിയെടുക്കേണ്ടതുമാണ്. ഡയോളജിക്കൽ ലേണിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഡയോളജിക്കൽ ലേണിംഗ് ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു രീതിയാണ് നമ്മൾ സംവാദം അഥവാ ഡയലോഗ് എന്ന് വിളിക്കുന്നത്. ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു രീതിയാണ് സംവാദം. ആശയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ന്യായീകരിക്കുകയും തെളിവുകൾ നിരത്തുകയുമൊക്കെ ഇതിൽ നടക്കുന്നതാണ്. ആശയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ന്യായീകരിക്കുകയും തെളിവുകൾ നിരത്തുകയുമൊക്കെ ഇതിൽ നടക്കുന്നതാണ്. ചോദ്യങ്ങൾ, വിയോജിപ്പുകൾ, വിരുദ്ധ വീക്ഷണങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ എന്നിവ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്ന കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിലൂടെ അറിവും വീക്ഷണവും കൂടുതൽ ആഴവും പരപ്പുമുള്ളതായിട്ട് മാറുന്നു. ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്ന കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിലൂടെ അറിവും വീക്ഷണവും കൂടുതൽ ആഴവും പരപ്പും ഉള്ളതായി മാറുന്നു. സംവാദത്തിന് സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച, പാനൽ ചർച്ച എന്നിവയൊക്കെയാണ്. സെമിനാർ, സിമ്പോസിയം, സംവാദം ഈ പ്രവർത്തനങ്ങളെ സംവാദാത്മക പ്രവർത്തനങ്ങൾ എന്നും ചർച്ചാരൂപങ്ങൾ എന്നും വിളിക്കാറുണ്ട്. സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ്. വ്യത്യസ്ത കഴിവുള്ളവരും വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുമായ കുട്ടികൾ അവർക്ക് മുന്നിലുള്ളൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തുകൂടുന്നു. അതായത് വ്യത്യസ്ത കഴിവുള്ളവരും വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിൽ നിന്ന്
വരുന്നവരുമായ കുട്ടികൾ അവർക്ക് മുന്നിൽ ഉള്ള ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തുകൂടുന്നു. ഓരോരുത്തരുടെ മനസ്സിലുമുള്ള ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. പരസ്പരം പങ്കുവച്ചും സമ്മതിച്ചും ഓരോ കുട്ടിയും വികാസത്തിൻ്റെ ആദ്യത്തെ തലത്തിലേക്ക് കടക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്ന സഹവർത്തിത പഠനമെന്ന് പറയുന്നത്. സഹവർത്തിത പഠനത്തിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രൂപ്പിന് പൊതുവായിട്ടുള്ള ഒരു പഠന ലക്ഷ്യം ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെ, ഗ്രൂപ്പിന് പൊതുവായിട്ടുള്ളൊരു പഠന ലക്ഷ്യം ഉണ്ടായിരിക്കും. ഭിന്ന നിലവാരത്തിലും വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുമുള്ള കുട്ടികളായിരിക്കണം ഗ്രൂപ്പിലെ അംഗങ്ങൾ. അല്ലെ, ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പഠന ലക്ഷ്യം വേണം. സഹവർത്തിത പഠനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗ്രൂപ്പിന് പൊതുവായിട്ടുള്ളൊരു പഠന ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഭിന്ന നിലവാരത്തിലും വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുമുള്ള കുട്ടികളുമായിരിക്കണം ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ട് വരേണ്ടുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഓരോ കുട്ടിയും സ്വയം പഠിക്കുകയും മറ്റംഗങ്ങളുടെ പഠനത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. പരസ്പരം പങ്കുവച്ചും സമ്മതിച്ചും ധാരണകൾ മെച്ചപ്പെടുത്തിയും അറിവുകൾ നിർമ്മിക്കേണ്ടതാണ്. പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ടീച്ചർ ആവശ്യമായ കൈത്താങ്ങുകൾ നൽകുന്നു. ഒന്നിലധികം ആളുകളുടെ കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ, ആലോചനാ രീതികൾ, പരിഹരണ തന്ത്രങ്ങൾ എന്നിവയുമായി തട്ടിച്ചു നോക്കാനും തൻ്റേതിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് ലഭിക്കാനും അത് കുട്ടിക്ക് അവസരം നൽകുന്നു. ചിന്തിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കുട്ടിയുടെ കഴിവിന് മൂർച്ചയേറുന്നു. കുട്ടിയുടെ സ്വയം വിലയിരുത്താനുള്ള കഴിവും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹവും പുഷ്ടിപ്പെടുന്നു. ഭിന്നാത്മക ഗ്രൂപ്പിൽ വർത്തിക്കുന്നതിലൂടെ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന സഹപാഠികളോട് കൂടുതൽ ആരോഗ്യകരമായ സാമൂഹിക മനോഭാവം വളർന്നു വരുന്നു. മറ്റുള്ളവരുടെ വിചാരങ്ങളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാനും അവ പരിഗണിച്ചുകൊണ്ട് അഭിലഷണീയമായ രീതിയിൽ പ്രതികരിക്കാനും പ്രാപ്തമാക്കുന്ന വ്യക്തിയാന്തര ബുദ്ധിയുടെ വികാസം ഇവിടെ സാധ്യമാകുന്നു. സഹകരണാത്മക പഠനമാണ് ഇനിയുള്ളത്, കോഓപ്പറേറ്റീവ് ലേണിംഗ്. കുട്ടികളുടെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിന് വിഗോട്സ്കി നിർദ്ദേശിക്കുന്ന ഒരു അധ്യാപന രീതിയാണ് സഹകരണാത്മക പഠനമെന്ന് പറയുന്നത്. കുട്ടികളുടെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിന് വിഗോട്സ്കി നിർദ്ദേശിക്കുന്ന ഒരു അധ്യാപന രീതിയാണ് സഹകരണാത്മക പഠനം. ഒരു കുട്ടിയുടെ ഇസഡ്പീഡിയെ സ്വാധീനിക്കാൻ വിഗോട്സ്കി അവകാശപ്പെടുന്ന പ്രധാന ഘടകം സഹകരണപരമായ പഠനമാണ്. ഒരു കുട്ടിയുടെ ഇസഡ്പീഡിയെ സ്വാധീനിക്കാൻ വിഗോട്സ്കി അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം സഹകരണപരമായിട്ടുള്ള പഠനമാണ്. സമപ്രായക്കാരുടെ ഇടപെടൽ, പ്രശ്നപരിഹാരവും ഉൾപ്പെടുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമീപനമാണ് ഇത്. പങ്കാളിത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സഹകരണ പഠനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ പരസ്പരാശ്രിതത്വ ബോധമാണ് ഗ്രൂപ്പ് അംഗങ്ങളെ പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും പ്രേരിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും സഹായം നൽകാനും സ്വീകരിക്കുവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ അനുരഞ്ജിപ്പിക്കാനും ജനാധിപത്യപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ സമീപനത്തിലൂടെ പഠിക്കുന്നു. സഹകരണ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ പഠന പ്രക്രിയയിൽ സജീവമായി ഉൾപ്പെടുത്തുക എന്നതാണ്. പ്രതിക്രിയാധ്യാപനം എന്താണ് നമുക്ക് നോക്കാം. റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം എന്ന് പറയുന്നത്, അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു സഹപഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ ധാരണാതലത്തിൽ മുന്നോക്കക്കാരായ കുട്ടികളോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ് പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത്. പ്രതിക്രിയാധ്യാപനത്തിൽ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് ചോദ്യം ചോദിക്കൽ അഥവാ ക്വസ്റ്റ്യനിങ്, രണ്ടാമത്തേത് സംഗ്രഹിക്കൽ അഥവാ സമ്മറൈസിങ്, മൂന്നാമത്തേത് വിശദീകരിക്കൽ അഥവാ എക്സ്പ്ലെയിനിങ്, നാലാമത്തേത് പ്രവചിക്കൽ അഥവാ പ്രിഡിക്റ്റിംഗ് എന്ന് പറയുന്നു. ഇനി നമുക്ക് അനുഭവ അധിഷ്ഠിത പഠനം അഥവാ എക്സ്പീരിയൻ്റൽ ലേണിംഗ് എന്താണ് എന്ന് നോക്കാം. എക്സ്പെരിമെൻ്റൽ ലേണിംഗ്. അനുഭവാധിഷ്ഠിത പഠനം പഠിതാവിനെ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തുകയും പഠിതാവിലുണ്ടാകുന്ന പ്രതിഫലനങ്ങളെ പുതിയ നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ചിന്താരീതിയും രൂപപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെയുള്ള അറിവ് ഉളവാകുമ്പോൾ ആ പ്രക്രിയയെ നമ്മൾ പഠനമെന്ന് പറയുന്നു. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതാണ് അറിവ് എന്ന് പറഞ്ഞത് ഡേവിഡ് എ കോൾബ് എന്ന പണ്ഡിതനായ വ്യക്തിയാണ്. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവുളവാകുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറഞ്ഞത് ഡേവിഡ് എ കോൾബ് എന്ന പണ്ഡിതനാണ്. 1984 അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. കോൾബിൻ്റെ അനുഭവാധിഷ്ഠിത പഠനത്തിൽ 4 സുപ്രധാന ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളെ അനുഭവാധിഷ്ഠിത പഠനചക്രമായിട്ട് ചിത്രീകരിക്കാവുന്നതാണ്. ഒന്ന് മൂർത്താനുഭവങ്ങൾ അഥവാ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ഫീലിംഗ്. അടുത്തത് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ അഥവാ സജീവ പരീക്ഷണ ഘട്ടം അഥവാ ഡൂയിങ് എന്ന് പറയുന്നതാണ്. അടുത്തത് പ്രതിഫലനാത്മകമായ നിരീക്ഷണം അഥവാ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അഥവാ വാച്ചിങ് എന്ന് പറയുമ്പോൾ
അവസാനമായി വരുന്നത് അമൂർത്തമായ ആശയ രൂപീകരണം അഥവാ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റുവേഷൻ അഥവാ തിങ്കിങ് എന്ന് പറയുന്നതാണ്. മൂർത്ത അനുഭവങ്ങൾ അഥവാ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് അഥവാ മൂർത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അമൂർത്തമായ ആശയ രൂപീകരണം അതിനെ നമ്മൾ വിളിക്കുന്നത് അബ്സ്ട്രാക്റ്റ് കോൺസെപ്ച്വലൈസേഷൻ എന്നാണ്. അനുഭവത്തിൻ്റെ പ്രതിഫലനത്തിലൂടെ ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതാണ് ഇത്. പ്രതിഫലനാത്മക നിരീക്ഷണമുണ്ട്. റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അഥവാ ചെയ്തതും ചെയ്യാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും അവലോകനം ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രതിഫലനാത്മകമായിട്ട് ചിന്തിക്കുന്നു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രതിഫലനാത്മക നിരീക്ഷണം, ചെയ്തതും ചെയ്യാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും അവലോകനം ചെയ്യുന്നു എന്നതാണ് ഇവിടെയുള്ളത്. ഇനി അടുത്ത ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. അല്ലെ, നേടിയ അറിവുകൾ പ്രയോഗിക്കുന്നതാണ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ. വിശകലനം ചെയ്യുകയും സംഭാവ്യത പ്രവചിക്കാനും ചെയ്ത കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നതാണ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അനുഭവാധിഷ്ഠിത പഠന രീതികളെ പൊതുവെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് അനുഭവാധിഷ്ഠിത പഠന രീതികൾ, അല്ലേ, അതേതൊക്കെയാണ്? ഒന്നാമത്തേത് ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിയാണ്. ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതി, അതിലുള്ള റോൾ പ്ലേ ഉണ്ട്, കേസ് സ്റ്റഡികളുണ്ട്, സിമുലേഷനുണ്ട്. അപ്പോൾ റോൾ പ്ലേയും കേസ് സ്റ്റഡികളും സിമുലേഷനും ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിയാണെങ്കിൽ ഫീൽഡ് അധിഷ്ഠിത പഠന രീതിയുണ്ട്. ഫീൽഡ് അധിഷ്ഠിത പഠന രീതികൾ അത് ഇന്റേൺഷിപ്പ്, പ്രായോഗിക അനുഭവങ്ങൾ, സേവന പഠനം എന്നിവയാണ്. അപ്പോൾ ഇന്റേൺഷിപ്പ്, പ്രായോഗിക അനുഭവങ്ങൾ, സേവന പഠനം എന്നിവയാണ് ഫീൽഡ് അധിഷ്ഠിത പഠന രീതികൾ എന്ന് പറയുന്നത്. കൊടുക്കൽ വാങ്ങലുകളിലൂടെ വളരുന്ന വിജ്ഞാനമുണ്ട്, അല്ലെ, കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി, ഒരു പഠിതാവ് തൻ്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പ്രതിപാദിക്കുന്നത്. ഒരു പഠിതാവ് തൻ്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പ്രതിപാദിക്കുന്നത്. അനുഗുണമായ സാമൂഹ്യ പരിസരങ്ങളിൽ നിന്ന് പഠനം ഉരുത്തിരിയുന്നതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അനുഗുണമായ സാമൂഹ്യ പരിസരങ്ങളിൽ നിന്ന് പഠനം ഉരുത്തിരിയുന്ന പ്രക്രിയയെ നമ്മൾ സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട്. ജീൻ ലേവ്, എറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച ഒരു പഠന സങ്കല്പമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനവും അത് സാധ്യമാകുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയത്തിലാണ് ഈ സങ്കല്പത്തിൻ്റെ അടിത്തറ. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയത്തിലാണ് ഈ സങ്കല്പത്തിൻ്റെ അടിത്തറ. ജ്ഞാനാത്മക പരിശീലന പ്രക്രിയ, കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ. കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് അഥവാ ജ്ഞാനാത്മക പരിശീലന പ്രക്രിയ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പഠിതാവ് ചിന്താ നൈപുണ്യയിലൂടെയും അതീത ചിന്താ നൈപുണ്യയിലൂടെയും നേടുന്ന പരിശീലന പ്രക്രിയയെ ആണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് അഥവാ പരിശീലന പ്രക്രിയയുടെ ജ്ഞാനാത്മക മാതൃക എന്ന് വിശേഷിപ്പിക്കുന്നത്. തെളിയിക്കൽ, ബോധ്യപ്പെടുത്തൽ, കൈത്താങ്ങ് നൽകൽ എന്നിവയാണ് ഇതിലെ അടിസ്ഥാന പ്രക്രിയകൾ. തെളിയിക്കൽ, ബോധ്യപ്പെടുത്തൽ, ഇതിനെ നമ്മൾ പറയുന്ന ഡെമോൺസ്ട്രേഷനാണ്. കൈത്താങ്ങ്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നു, നൽകൽ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഈ രീതി പൊതുവെ മാതൃക നൽകൽ അല്ലെങ്കിൽ കൈത്താങ്ങ് നൽകിയുള്ള തീവ്ര പരിശീലനം, പ്രതിഫലനം, അപഗ്രഥനവും നിലനിർണ്ണയവും സ്വയം കണ്ടെത്തൽ എന്നീ പ്രക്രിയ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആശയ ചിത്രീകരണം അഥവാ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ. കോൺസെപ്റ്റ് മാപ്പിംഗ്, ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? ജോസഫ് ഡി നൊവാക്കാണ്, അല്ലെ. ജോസഫ് ഡി നൊവാക്കാണ് ആശയ ചിത്രീകരണം എന്ന ആശയത്തെ വികസിപ്പിച്ചത്. ജോസഫ് ഡി നൊവാക്കാണ്. 1970 ജോസഫ് ഡി നൊവാക്കും ഗവേഷക സംഘവും ചേർന്ന് ആശയ ചിത്രീകരണം അഥവാ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന സങ്കേതം വികസിപ്പിച്ചു. ജോസഫ് ഡി നൊവാക്ക് വികസിപ്പിച്ച ആശയ ചിത്രീകരണം അറിവിനെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുവാൻ സഹായകരമായിട്ടുള്ളതായിരുന്നു. ഇവിടെ ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ രേഖകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും അവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ സഹായിക്കുന്ന വാക്കുകൾ അഥവാ ഘടകപദങ്ങൾ രേഖയ്ക്ക് സമീപം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആശയ ചിത്രീകരണത്തിൽ ആദ്യം പ്രധാന ആശയവും തുടർന്ന് ഉപ ആശയങ്ങളും എന്ന ക്രമം പാലിക്കുന്നു. അതായത് ആദ്യ സ്ഥലമായ ജനറൽ ആശയങ്ങളും തുടർന്ന് സൂക്ഷ്മമായ സ്പെസിഫിക് ആശയങ്ങളും നൽകുന്നു. ഒരേ സമയം പഠനത്തിനും വിലയിരുത്തലിനും ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് ആശയ ചിത്രീകരണം എന്ന് പറയുന്നത്, അഥവാ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ആൽബർട്ട് ബന്ദുരയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പഠന സിദ്ധാന്തവും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആൽബർട്ട് ബന്ദുരയും സാമൂഹിക പഠന സിദ്ധാന്തവും നമുക്കൊന്ന് നോക്കാം. ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷണത്തിനെയാണ് ആൽബർട്ട് ബന്ദുര മുൻകൈയെടുത്തത്.
അതിൽ ഒന്നാണ് ബോബോ ബാവ പരീക്ഷണം അഥവാ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു പാവയും കുട്ടിയുമായിട്ടുള്ള പരീക്ഷണമാണ് ബോബോ പാവ പരീക്ഷണം എന്ന് പറയുന്നത്. ആൽബർട്ട് ബന്ദുരയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അദ്ദേഹം ചില ഗ്രന്ഥങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചത്. അതിലൊന്ന് അഡോളസെൻ്റ് അഗ്രഷൻ എന്ന ഗ്രന്ഥം 1959 അടുത്തത് അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് എന്ന 1973 അടുത്ത സോഷ്യൽ ലേണിംഗ് തിയറി 1977 എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ദുരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്നതാണ്. അനുകരണ പഠന സിദ്ധാന്തം അഥവാ ഇമിറ്റേഷൻ ലേണിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്. അതിൽ മാതൃക നൽകൽ അഥവാ മോഡലിംഗ് എന്ന് പറയുന്നു, ശ്രദ്ധ അഥവാ അറ്റൻഷൻ എന്ന് പറയുന്നു, റിട്ടൻഷൻ അഥവാ നിലനിർത്തൽ എന്ന് പറയുന്നുണ്ട്, ചാലക പ്രകടനം അഥവാ മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്, അഭിപ്രേരണ അഥവാ പ്രബലനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിപ്രേരണ അഥവാ പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിന് മാതൃക നൽകൽ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നിരീക്ഷണ വിധേയമാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പ്രതിഭാസം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ശ്രദ്ധ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മാതൃകയാക്കപ്പെടുന്ന ഒരു വ്യവഹാരം ദീർഘകാലം ഓർമ്മയിൽ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ദീർഘകാലം ഇങ്ങനെ ഓർത്തിരിക്കുന്ന പ്രക്രിയ, അതാണ് നിലനിർത്തൽ എന്ന് പറയുന്നത്. അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കുന്നതാണ് ചാലക പ്രകടനം എന്ന് പറയുന്നത്. ചാലക പ്രകടനം ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്ന ഓരോ രംഗങ്ങളും കുട്ടികളുടെ വ്യവഹാരത്തിൽ മാറ്റം വരുന്നതാണ് അഭിപ്രേരണ അഥവാ പ്രബലനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശേഷി അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് ലേണിംഗ് നമുക്കൊന്ന് നോക്കാം. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസൃതമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി എന്ന് പറയുന്നത്. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസരണമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഗാഗ്നെ ആണ്. ഗാഗ്നയുടെ ആ ക്രമീകരണ ശ്രേണിയിലുള്ളത് പ്രോബ്ലം സോൾവിങ് അഥവാ പ്രശ്ന പരിഹാരമാണ് ആദ്യമായിട്ടുള്ളത്. അതിനെ തത്വപഠനം അഥവാ പ്രിൻസിപ്പൽ ലേണിംഗ് എന്നത് അത്യാവശ്യമാണ്. അതിനുശേഷം കോൺസെപ്ച്വൽ ലേണിംഗ് ഉണ്ട്, സമ്പ്രത്യ പഠനം എന്നാണ് ഇതിന് പറയുന്നത്, ബഹുമുഖ വിവേചനമുണ്ട്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനാണ്. അതിനുശേഷം വചന സഹചരത്വം അഥവാ വെർബൽ അസോസിയേഷനുണ്ട്. പിന്നെയാണ് ശ്രേണി പഠനം അഥവാ ചെയിനിങ് വരുന്നത്. ചോദക പ്രതികരണ പഠനം അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്താണ്, അതുതന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംജ്ഞാ പഠനം സിഗ്നൽ ലേണിംഗും ഇതിലുള്ളതാണ്. ഇതൊക്കെയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ശ്രേണി അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണി ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രശ്ന പരിഹാരമുണ്ട്, തത്വപഠനമുണ്ട്, സമ്പ്രത്യ പഠനമുണ്ട്, ബഹുമുഖ വിവേചനമുണ്ട്, വചന സഹചരത്വമുണ്ട്, ശ്രേണി പഠനമുണ്ട്, ചോദക പ്രതികരണ പഠനമുണ്ട്, സംജ്ഞാ പഠനമുണ്ട് അഥവാ സിഗ്നൽ ലേണിംഗ് ഉണ്ട്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് അതാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. പാസിസ് അക്കാഡമി നൽകിയ LP UP സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്